നമസ്കാരം. പത്രവാർത്തകളിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത രാജ്യം അതിരൂക്ഷമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നു എന്നതാണ്. ഉത്തരേന്ത്യയിൽ ആകമാനം ഉയർന്നു വരുന്ന കർഷക പ്രക്ഷോഭം. പുതിയ കാർഷിക ബില്ലിനെതിരെ കർഷകരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമനിർമ്മാണങ്ങൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആകമാനം കർഷകർ പ്രക്ഷോഭത്തിലാണ്. ഇന്ന് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ ട്രാക്ടറുകളിൽ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്രാക്ടർ മാർച്ച് ഡൽഹിയിലെത്തുന്ന ദിവസമാണെന്ന്. ഇങ്ങനെയൊക്കെ ഈ രാജ്യത്തെ കർഷകർ ആകമാനം ഒരു പ്രക്ഷോഭത്തിലേക്ക് എടുത്തു ചാടിയിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ദേശീയ പത്രമായ, മലയാളത്തിൻ്റെ ദേശീയ പത്രമായ, കേരളത്തിൻ്റെ ദേശീയ ദിനപത്രമായ മാതൃഭൂമി വളരെ ഗംഭീരമായ ഒരു വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുരിങ്ങക്കയുടെ പോഷക ഗുണം പ്രധാനമന്ത്രി ലോകത്തിന് പരിചയപ്പെടുത്തുന്നു എന്നതാണ്. വാർത്ത ഇങ്ങനെയാണ്: പോഷകാംശമുള്ള ഭക്ഷണങ്ങളുടെ പട്ടികയിൽ മുരിങ്ങക്കയെ പരിചയപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക താരങ്ങളടക്കമുള്ളവരുമായി വ്യാഴാഴ്ച നടത്തിയ ഫിറ്റ് ഇന്ത്യ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ മുരിങ്ങ കൊണ്ട് പൊറാട്ട ഉണ്ടാക്കാറുണ്ടെന്നും അതിൻ്റെ പാചകക്കുറിപ്പ് ജനങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രോത്സാഹനത്തിൽ പരിപ്പും ചോറും നെയ്യുമൊക്കെ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയതിനെക്കുറിച്ച് സംവാദത്തിൽ പോഷകാഹാര വിദഗ്ധ രജുത ദിവാകറും വിവരിച്ചു. നെയ്യ് എങ്ങനെ ഉച്ചരിക്കാമെന്ന് അമേരിക്കക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ടെന്നും അവർ പറഞ്ഞു. ഓരോയിടത്തെയും നാടൻ ഭക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് കർഷകർക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണകരമാവും. വീട്ടുഭക്ഷണം തന്നെയാണ് തൻ്റെ ഏറ്റവും മുഖ്യം. തൻ്റെ നിർദ്ദേശവും രജിത പങ്കുവച്ചു. പ്രാദേശിക ഭക്ഷണം കഴിക്കൂ, ആഗോളമായി ചിന്തിക്കൂ എന്ന അവരുടെ ലക്ഷ്യത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അങ്ങനെ ഈ രാജ്യത്തെ കർഷകരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ, കർഷകർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും മുരിങ്ങക്ക കൊണ്ട് നേരിടാമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെ പഠിപ്പിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, വോട്ടർ പട്ടികകൾക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി കൊണ്ടുവന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ഒരുപാട് അപാകതകളുണ്ടെന്ന് പ്രതിപക്ഷത്തെ പാർട്ടികൾ UDF, പ്രധാനമായും കോൺഗ്രസും BJPയും ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ് ആ വാർത്ത. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, വോട്ടർ ഒഴിവാക്കൽ എന്നിവയിൽ ഉദ്യോഗസ്ഥരുടെ അട്ടിമറിയും ക്രമക്കേടും ആരോപിച്ച് കോൺഗ്രസും BJPയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക 26-ന് പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് എല്ലാ ജില്ലകളിൽ നിന്നും ഈ പരാതികളുമായി പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ പരാതികൾ പരിഹരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുമുണ്ട്. അതും മാതൃഭൂമി വാർത്തയോടൊപ്പം ചേർത്തിരിക്കുന്നു. ബാങ്കിംഗ് നിയന്ത്രണ ഭേദഗതി സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളെ, അതായത് സഹകരണ ബാങ്കുകൾ എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാർഷിക സഹകരണ സംഘങ്ങളെ, അർബൻ സഹകരണ സംഘങ്ങളെയെല്ലാം ഏത് തരത്തിൽ ബാധിക്കും എന്നൊരാശങ്ക കേരളത്തിൽ പടർന്നിട്ടുണ്ട് എന്നാണ് മലയാള മനോരമയുടെ വാർത്ത. മനോരമ പറയുന്നത് കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് തിരിച്ചടി എന്നാണ്. പാർലമെൻറ്റ് പാസാക്കിയ ബാങ്കിംഗ് നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ സർവീസ് സഹകരണ ബാങ്കുകൾ എന്ന പേരിൽ കേരളത്തിലെ വ്യാപകമായ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ അടിത്തറ തകർക്കുമെന്ന ആശങ്ക. ഇന്ത്യയിലെ ആകെ പ്രാഥമിക സംഘങ്ങളിൽ 1.7% മാത്രമേ കേരളത്തിലുള്ളൂവെങ്കിലും രാജ്യത്തെ മൊത്തം നിക്ഷേപത്തിൻ്റെ 69.5% കേരളത്തിലാണ്. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം. ഇത്രയും വലിയ ഇടപാടുകൾ നടക്കുന്ന സഹകരണ സംഘങ്ങളെ തകർക്കുന്ന തരത്തിലുള്ളതാണ് കേന്ദ്രത്തിൻ്റെ പുതിയ നിയമ ഭേദഗതി എന്ന ആശങ്കയാണ് കാർഷിക മേഖലയിൽ പടർന്നു പിടിച്ചിരിക്കുന്നത്. അക്കാര്യവും മനോരമ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ 14,000 കോടി രൂപ വെട്ടിക്കുറച്ചു എന്ന വാർത്തയാണ് മാധ്യമം കൊണ്ടുവന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്ന് മാധ്യമത്തിൻ്റെ ബഷീർ റിപ്പോർട്ട് ചെയ്യുന്നത്, കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് വാർഷിക പദ്ധതിയിൽ 14,000 കോടിയോളം രൂപ വെട്ടിക്കുറച്ചു. സർക്കാരിൻ്റെ വരുമാനം കുത്തനെ കുറഞ്ഞ സാഹചര്യത്തിലാണിത്. തുടർച്ചയായ 2ാം വർഷത്തെ വെട്ടിക്കുറവ് സംസ്ഥാനത്തെ ഗുരുതരമായി ബാധിക്കും. ആസൂത്രണ ബോർഡ് 27,600 കോടി രൂപയുടെ പദ്ധതിയാണ് അംഗീകരിച്ചത്.
ഇതനുസരിച്ചാണ് സംസ്ഥാന ബജറ്റ് തയ്യാറാക്കിയത്. ഇതിൽ നിന്ന് 14,000 കോടി രൂപ വെട്ടിക്കുറക്കുക എന്നാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാതെ പോവുക എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു സ്ഥിതി സംസ്ഥാനത്തുണ്ടെന്ന് മാധ്യമം പറയുന്നു. ദേശാഭിമാനി ഇബ്രാഹിം കുഞ്ഞിനെ പ്രോസിക്യൂട്ട് ചെയ്യും എന്ന വാർത്തയും അതിനുവേണ്ടി ഗവർണറുടെ അനുമതിക്കായി വിജിലൻസ് ഇന്ന് കത്ത് നൽകും എന്ന വാർത്തയും കൊണ്ടുവന്നിരിക്കുന്നു. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ പാലാരിവട്ടം പാലം തകരാനിടയായ സാഹചര്യത്തിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുട്ടിക്കെതിരെയാണ് കേസ്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ കുറ്റപത്രം തയ്യാറാക്കാനുള്ള നടപടി വിജിലൻസ് ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായി പ്രതികളായ VK ഇബ്രാഹിം കുഞ്ഞ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ട് വിജിലൻസ് ഇന്ന് കത്ത് നൽകും. നേരത്തെ ഗോവയിൽ വെച്ച് അന്തരിച്ച അഞ്ജന എന്ന യുവതിയുടെ മരണവാർത്ത ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ആത്മഹത്യയാണോ അതോ മറ്റു വല്ല തരത്തിലുള്ള മരണവുമാണോ എന്നറിയാതെ പോയ അഞ്ജനയുടെ മരണം. ആ മരണമടക്കമുള്ള 5 യുവതികളുടെ മരണങ്ങൾ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷിക്കുന്നുവെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. മംഗളത്തിൻ്റെ ക്രൈം കുറ്റകൃത്യ വിഭാഗ സ്പെഷ്യലിസ്റ്റായ S. നാരായണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ബിരുദ വിദ്യാർത്ഥിയും കാസർഗോഡ് നീലേശ്വരം പുതുക്കൈ സ്വദേശിയുമായ അഞ്ജന ഹരീഷ് ഉൾപ്പെടെ 5 യുവതികളുടെ അസ്വാഭാവിക മരണം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് IG S. ശ്രീജിത്ത് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. അഞ്ജന ഹരീഷ് ഗോവയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിന് ശേഷം കേരളത്തിൽ പലയിടങ്ങളിലായി 4 പെൺകുട്ടികൾ കൂടി സമാന സാഹചര്യത്തിൽ മരിച്ചു. അഞ്ജന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കൊല്ലം കൊട്ടിയം സ്വദേശിനി, തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ചലച്ചിത്ര പ്രവർത്തക, തൃശ്ശൂർ സ്വദേശിനി, നിലമ്പൂർ സ്വദേശിനി എന്നിവരുടെ മരണങ്ങളാണ് ATS അന്വേഷിക്കുന്നത്. യുവതികളുടെ ദുരൂഹ മരണവുമായി നിരോധിത സംഘടനകൾക്കും മാവോയിസ്റ്റുകൾക്കും ബന്ധമുണ്ടെന്ന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണമെന്നും മംഗളം പറയുന്നു. ദീപിക പറയുന്നത്, കരട് വിജ്ഞാപനം മലയാളത്തിലിറക്കാൻ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയെന്നാണ്. പരിസ്ഥിതി ലോല പ്രദേശ പ്രഖ്യാപനം കേരളത്തിലെ ആറളത്തെയും ആറളം മലബാർ വന്യജീവി സങ്കേതങ്ങളുടെ ബഫർ സോണുകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇറക്കിയ വിജ്ഞാപനം, അതിനെതിരെ കർഷക സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ കരട് വിജ്ഞാപനം മലയാളത്തിലിറക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ വാർത്തയാണ് ദീപിക 1-ാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. ലൈഫ് ഇടപാട് സംബന്ധിച്ച കോഴക്കേസിൽ CBI അന്വേഷണം ആരംഭിച്ചു എന്ന് കേരള കൗമുദി പറയുന്നു. ഇതു സംബന്ധിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതുവരെ ശേഖരിച്ചിരുന്ന വിവരങ്ങളെല്ലാം CBIക്ക് കൈമാറിയെന്നും CBI അന്വേഷണം ആരംഭിച്ചു എന്നുമാണ് കേരള കൗമുദി തിരുവനന്തപുരത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വടക്കാഞ്ചേരിയിലെ ലൈഫ് ഫ്ലാറ്റിന് വിദേശ സഹായ നിയന്ത്രണ ചട്ടം ലംഘിച്ചും കേന്ദ്രാനുമതി ഇല്ലാതെയും UAEയിൽ നിന്ന് 20 കോടി നേടുകയും അതിൽ 4.25 കോടി കോഴയായി തട്ടുകയും ചെയ്ത അഴിമതിയെക്കുറിച്ച് CBI വിവരശേഖരണം തുടങ്ങി. സർക്കാരിൽ നിന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ച രേഖകൾ CBIക്ക് കൈമാറി. ഈ സാഹചര്യത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കൂടുതൽ പ്രസക്തമായി വരികയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, കേരള സംസ്ഥാനത്തെ മതന്യൂനപക്ഷങ്ങളുടെ ഏക പ്രതീക്ഷ CPIM ആണെന്നാണ്, LDF ആണെന്നാണ്. LDF ദ ഓൺലി ഹോപ്പ് ഫോർ റിലീജിയസ് മൈനോറിറ്റീസ് സെയ്സ് കോടിയേരി. കോടിയേരി പറയുന്നത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ ഏക പ്രതീക്ഷ LDF ആണ് എന്നാണ്. ഈ ചോദ്യങ്ങൾക്കിടയിൽ, ഈ അഭിമുഖ സംഭാഷണത്തിനിടയിൽ EP ജയരാജൻ ഒരാരോപണം വന്നപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് മാറി നിന്നതും മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നതും അദ്ദേഹം ഒഴിയേണ്ടി വന്നതും, എന്നാൽ ഇപ്പോൾ KT ജലീലിന് CPIM സംരക്ഷണം നൽകുന്നതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വൈരുദ്ധ്യം വന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്ന മറുപടി ഒരു ഉയർന്ന നേതാവ് എന്ന നിലയിൽ EP ജയരാജൻ മന്ത്രിസഭയിൽ നിന്ന് സ്വമേധയാ മാറി നിൽക്കാമെന്ന് പാർട്ടിയോട് നിർദ്ദേശിച്ചുവെന്നും ആ നിർദ്ദേശം പാർട്ടി അംഗീകരിച്ച് അദ്ദേഹത്തെ
മാറി നിൽക്കാൻ സമ്മതിച്ചു എന്നുമാണ്. എന്നാൽ അങ്ങനെയൊരു നീക്കം കെ ടി ജലീലിൽ നിന്നുണ്ടാവേണ്ട കാര്യമില്ല, കാരണം കെ ടി ജലീൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നും ഇങ്ങനെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതിനനുസരിച്ച് മന്ത്രിമാരെ മാറ്റി നിർത്തുകയാണെങ്കിൽ എങ്ങനെ മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചോദിക്കുന്നു. ഈ അഭിമുഖം ഇന്നത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷം അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.